ഓം ശാന്തി. ഈ ഉപ്പിന് ഈ ലോകത്ത് വളരെയധികം എനർജി ആകർഷിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരുപാട് പലതവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, നമുക്ക് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും കുറച്ച് ഉപ്പ് എടുത്തിട്ട് നമ്മൾ സാധാരണ കുട്ടികൾക്ക് കണ്ണ് തട്ടിയെന്ന് തോന്നുമ്പോൾ കണ്ണീറെന്ന് പറയുമ്പോൾ ഓറ ക്ലീൻ ചെയ്യുമല്ലോ, ഉപ്പും മുളകും ഒക്കെ കൂട്ടി ഒഴിഞ്ഞ് കളഞ്ഞതിനെ കത്തിച്ച് കളയുമ്പോൾ നമുക്ക് അനുഭവമാണ് ആ കുട്ടി എനർജി ഫ്രഷ് ആവും. മീൻസ് അവരുടെ ഓറയിൽ എന്ത് നെഗറ്റീവാണോ ഉള്ളത് അതിനെ വലിച്ചെടുക്കാനായിട്ട് ഈ ഉപ്പിന് സാധിക്കും. അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരു പക്ഷേ ഉപ്പ് കൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്തോടു കൂടി സദാകാലത്തേക്ക് അതിൻ്റെ നെഗറ്റീവിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈശ്വരി വിശ്വവിദ്യാലയം നമ്മളെ പഠിപ്പിക്കുന്നത് മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ഓറയെ പവർഫുള്ളാക്കുമ്പോൾ ഈവൻ നമുക്കറിയാലോ, നല്ല ആളിക്കത്തുന്ന തീയിൻ്റെ ഉള്ളിലേക്ക് എത്ര വലിയ ഒരു ശലഭം പറന്നു വന്നാൽ പോലും പക്ഷികൾ പോലും ആളിക്കത്തുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ചിറക് കഴിഞ്ഞ് വീണു പോകും. നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ ഓറ പവർഫുള്ളാണ് എങ്കിൽ എത്രത്തോളം നെഗറ്റീവ് എനർജികൾ നമ്മുടെ അടുത്ത് വന്നാലും, ഇനി ഈവൻ മറ്റൊരാളുടെ കണ്ണേറ് വന്നാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിൽ വന്നാലും ഒരു 99% വരെ തടയാനായിട്ട് നമ്മുടെ ഓറയ്ക്ക് സാധിക്കും. എന്തുകൊണ്ട് ഞാൻ 99% പറഞ്ഞു? 100% തടയാൻ സാധിക്കും, പക്ഷെ 1% എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആളുകളായിട്ട് നമുക്കൊരു കാർമിക് അക്കൗണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഏതെങ്കിലും മാനസികമായിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഊർജ്ജം കുറച്ച് കുറഞ്ഞ സമയമാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും എഫക്റ്റൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ 100% എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 99% പറയുകയാണ്. അനുഭവമാണ്. 99% നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളതായിട്ടുള്ള എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള വിദ്യയാണ് സ്വയം പരമാത്മ എന്നതായിരിക്കുന്ന പരമപ്രകാശവുമായി കണക്റ്റഡ് ആവുക. ആ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ്റെ പേരാണ് യോഗ. രാജയോഗ മെഡിറ്റേഷൻ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വയം സർവശക്തനായിരിക്കുന്ന ഭഗവാനുമായിരിക്കുന്ന കണക്ഷൻ വരുമ്പോൾ ആ മെഡിറ്റേഷൻ അഥവാ ധ്യാനം യോഗത്തിൻ്റെ മാധ്യമത്തിലൂടെ നിങ്ങളെ സ്വയം പവർഫുൾ ആക്കാൻ സാധിക്കുമെങ്കിൽ നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൽ മുഴുവൻ ഒരു പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവുകയും ഒരു എനർജിക്കും വരേണ്ട ആവശ്യവും വരില്ല. അത് തന്നെത്താൻ പ്രകാശപൂർണ്ണമായി മാറും, പോസിറ്റീവായിട്ട് മാറും. നിങ്ങൾ അത്തരത്തിൽ പവർഫുൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത് നിങ്ങളിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നന്നായി പഠിക്കാനാവട്ടെ എന്ന് സങ്കല്പിക്കുമ്പോൾ വരം കിട്ടിയ പോലെ കുട്ടികൾ നന്നായി പഠിക്കാൻ തുടങ്ങും. ഇതൊക്കെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ബെനിഫിറ്റാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഉപ്പും വെള്ളവും ചേർന്ന കാര്യം പിന്നെ പറയേണ്ട കാര്യമുള്ളത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി മെഡിറ്റേഷൻ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോയിട്ട് വരികയാണ്, സ്കൂളിൽ പോയിട്ട് വരികയാണ്. നമ്മൾ 5 ആളുമായിട്ട് കൂട്ടിമുട്ടുന്ന ഓരോ സമയത്തും നമ്മുടെ എല്ലാം ഓറ അതനുസരിച്ച് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ബസ്സിൽ യാത്ര ചെയ്തു വരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പം കളിച്ചുല്ലസിച്ച് ആർത്തുല്ലസിച്ച് വരുന്നു. ഒരുപാട് പേരുടെ ഓറയായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ഓറ വീക്കാവുമ്പോൾ മറ്റുള്ളവരുടെ സങ്കല്പങ്ങൾ പ്രഭാവം ഉണ്ടാക്കുകയും അതുകൊണ്ടാണ് പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണം വരുന്നു, തലവേദന വരുന്നു, കുട്ടിക്ക് പഠിക്കാൻ പറ്റാതാവുന്നു, ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. അതിനെ ഇല്ലാതാക്കാൻ നല്ലൊരു കാര്യമാണ് ക്ലീൻ ആയിരിക്കുന്ന, അതായത് നല്ല എഴുത്തൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു കുപ്പി വെള്ളത്തിൻ്റെ ഉള്ളിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പൂണ് കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അവൻ പഠിക്കണ മേശപ്പുറത്ത് വെച്ചാലും അങ്ങനെയുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മാറും. അത് എസ്പെഷ്യലി നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന ഹാളിലോ വീട്ടിൽ പല സ്ഥലങ്ങളിലും എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എല്ലാ റൂമുകളിലാണെങ്കിലും നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് കല്ലുപ്പിട്ടിട്ട് ഇളക്കിയിട്ട് വെച്ചേക്കുക. സ്വാഭാവികമായിട്ടും എന്ത് എനർജി നെഗറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിലും ഉപ്പിനെ ഇതിനെ വലിച്ചെടുക്കാനുള്ളതായിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ ഇട്ട് വെച്ചിട്ട് നോക്കിക്കോളൂ, സ്വാഭാവികമായിട്ടും അതിൽ നാരങ്ങ ഇട്ട് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ പവർഫുള്ളാണ്. എല്ലാ റൂമിലും നാരങ്ങ ഇട്ട് വെക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ് വെള്ളം വെച്ചാൽ പോലും അവിടെയുള്ളതായിരിക്കുന്ന നെഗറ്റീവ് എനർജിയൊക്കെ വലിച്ചെടുക്കും. ആഴ്ചയിൽ കുഴപ്പമൊന്നും വരുന്നില്ല, അത് തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അതിനെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അതിനെ ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഉപ്പ് വെള്ളത്തിന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീനെ മാറ്റാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര്, ഒപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ട് എങ്കിൽ അതിൻ്റെ താഴെ ഒരു ചെറിയ പേപ്പറിൻ്റെ ഉള്ളിൽ, ഇത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെക്കരുത്, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ 1-2 പ്രാവശ്യം കുറച്ച് കല്ലുപ്പിടുമ്പോൾ സങ്കല്പിച്ചിട്ട് എൻ്റെ മണി ബ്ലോക്ക്സ് എല്ലാം മാറട്ടെ എന്ന് പറഞ്ഞ് സങ്കല്പിച്ചിട്ട് അതിലൊരു പേപ്പറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതിൻ്റെ താഴെ നിങ്ങൾ മണി എന്ന് എഴുതിയിട്ട് നമ്മുടെ സൈഡിലേക്ക് ഒരു 8 പ്രാവശ്യം മടക്കുക. എന്നിട്ട് ആ പേപ്പർ അതിനുള്ളിൽ ഇട്ട് വയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മണി ബ്ലോക്ക്സ് ഇല്ലാതാവും. നമുക്ക് പൈസ അഥവാ കിട്ടാൻ നിൽക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒഴുകി വരും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഇട്ട് വെച്ച് പിറ്റേ ദിവസം നിങ്ങൾക്ക് കോടികൾ വരുന്നൊന്നുമല്ല. നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ മനസ്സാണ് മുഖ്യമായിരിക്കുന്ന ഘടകം. രണ്ടാമത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതായിട്ടുള്ള ഈ ബ്ലോക്കൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒഴുകി വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കൊണ്ട് വളരെ വേഗത്തിൽ വരാൻ തുടങ്ങും. ഞാൻ പലപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത്യാവശ്യമുണ്ട്, മണി ബ്ലോക്ക് ഉണ്ട് തോന്നിയാൽ ഞാൻ ഇതേ രീതിയിൽ ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന എമൗണ്ട് വളരെ വേഗത്തിൽ എൻ്റെ അടുത്ത് വന്ന് എത്താറുമുണ്ട്. അതുകൊണ്ട് ഉപ്പും വെള്ളവും ചേർന്നതായിരിക്കുന്ന ഈ മിശ്രിതം അത് നെഗറ്റീവ് എനർജിനെ വലിക്കാൻ സഹായിക്കുന്ന സാധനമാണ്. ഇതിനെ ആധാരമാക്കരുത്. ആധാരമാക്കേണ്ടത് നമ്മുടെ സ്വന്തം എനർജിയിലാണ്, മെഡിറ്റേഷനിലാണ്, ഭഗവാനുമായിട്ടുള്ള കണക്ഷനിലാണ്. നമ്മുടെ ഓറ പവർഫുൾ ആക്കുന്നതാണ് ആധാരം. എന്നാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നടുവേദന ഉണ്ടെങ്കിൽ കസേരയിലിരിക്കുമ്പോൾ പുറത്തൊരു ചാര് വെച്ചിരുന്നിട്ട് നടുവേദന ഇല്ലാതാക്കില്ലേ, അതുപോലെ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്ലോക്ക് റിമൂവ് ചെയ്യാനുള്ളതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കുളിക്കുന്ന സമയത്ത് ഒരു തുള്ളി ഉപ്പിട്ടിട്ട് വെള്ളം കൊണ്ട് കുളിക്കുക, അതും നമ്മുടെ ഓറ ക്ലീൻ ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്ക് നല്ല ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ ഒരു തുള്ളി ഉപ്പും 2 ഡ്രോപ്പ് ചെറുനാരങ്ങ നീര് ഇറ്റിച്ചിട്ട് അതിൽ നിങ്ങൾ കുളിച്ചു നോക്കൂ, വേഗം നിങ്ങൾക്ക് ഫ്രഷ് ആവും. എസ്പെഷ്യലി ജോലിക്ക് പോയിട്ടോ പുറത്ത് പോയിട്ടോ ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് നമ്മുടെ കീടാണുക്കളുടെ നാശവും നമുക്ക് നടക്കും, ഒപ്പം തന്നെ നെഗറ്റീവ് എനർജിനെയും ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ട് ഉപ്പും വെള്ളവും ചേരുമ്പോൾ ഇങ്ങനെ കുറേ അത്ഭുതങ്ങളുണ്ട്. അതൊന്ന് ചെയ്തു നോക്കണം. ഒപ്പം മെഡിറ്റേഷനിലൂടെ ഓരോ പവർഫുൾ ആക്കണം. നിങ്ങളുടെ മണി ബ്ലോക്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത്ര ധനം ഒഴുകി വരട്ടെ, നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.